കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച 48 മണിക്കൂർ ദേശീയ പണിമുടക്ക് രാജ്യത്താകമാനം പുരോഗമിക്കുകയാണ്. സംയുക്ത തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ പാർലമെന്റിൽ നടന്ന മാർച്ചിൽ ആയിരങ്ങളാണ് അണിനിരന്നത്. പശ്ചിമബംഗാളിലെ നേരിയ സംഘർഷം ഒഴിവാക്കിയാൽ സംസ്ഥാനങ്ങളിലെല്ലാം പൊതുപണിമുടക്ക് സമാധാനപരവും പൂർണ്ണവുമാണ്. ഇന്ന് അർദ്ധരാത്രിക്കാണ് പണിമുടക്ക് അവസാനിക്കുക. 1991 ശേഷമുള്ള രണ്ടാമത്തെ ദ്വിദിന പണിമുടക്കിന്റെ ആദ്യ ദിവസം 20 കോടി തൊഴിലാളികൾ അണിനിരന്നുവെന്നാണ് ഔദ്യോഗിക കണക്ക്. എന്നാൽ രണ്ടാം ദിനമായ ഇന്ന് 20 കോടി കഴിഞ്ഞ് അതിലേറെ ജനങ്ങൾ അണിനിരന്നുവെന്ന് സംഘാടകർ ചൂണ്ടിക്കാണിക്കുന്നു. പണിമുടക്ക് ആഹ്വാനം കൊടുത്ത ട്രേഡ് യൂണിയനുകളുടെ പ്രതീക്ഷയെ കവച്ചു വെക്കുന്ന രീതിയിൽ വളരെ വലിയൊരു വിജയമാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തൊഴിലാളികൾ പണിമുടക്കി റാലികൾ സംഘടിപ്പിച്ചു. ഉത്തരേന്ത്യയിൽ സമ്മിശ്ര പ്രതികരണമാണ് പണിമുടക്കുണ്ടായതെങ്കിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പൊതുപണിമുടക്ക് പൂർണ്ണമാണ്. കേരളം, ബംഗാൾ, കർണാടക, ത്രിപുര, മഹാരാഷ്ട്ര, തമിഴ്നാട്, ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പണിമുടക്കിന് വൻ തൊഴിലാളി പങ്കാളിത്തമാണ് ഉണ്ടായത്. പാർലമെന്റിലേക്ക് സംയുക്ത ട്രേഡ് യൂണിയനുകൾ സംഘടിപ്പിച്ച മാർച്ചിൽ ആയിരക്കണക്കിന് ആളുകൾ അണിനിരന്നു. വ്യവസായ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ 70% ജീവനക്കാരും പണിമുടക്കിക്കൊണ്ട് രംഗത്ത് വന്നു. കൽക്കരി മേഖല പണിമുടക്കിനെ തുടർന്ന് നിശ്ചലമായി. ബാങ്കിംഗ് മേഖലയിലുള്ളവർ, അധ്യാപക സംഘടനകൾ തുടങ്ങിയവരും പണിമുടക്കിൽ അണിനിരക്കുന്നുണ്ട്. പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ച് കർഷക സംഘടനകൾ പ്രഖ്യാപിച്ച ഗ്രാമീണ ഭാരത് ബന്ദിനെ തുടർന്ന് ഉത്തരേന്ത്യയിലെ ഗ്രാമീണ മേഖലകൾ നിശ്ചലമാണ്. മുഴുവൻ LIC ജീവനക്കാരും പണിമുടക്കിൽ അണിചേർന്നിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ ചില ഗ്രാമീണ മേഖലകളിൽ വാഹനഗതാഗതം തടസ്സപ്പെട്ടു. ഉത്തരേന്ത്യയിലെ പണിമുടക്ക് ഭാഗികമാണെങ്കിലും മുൻ വർഷത്തേക്കാൾ തൊഴിലാളി പങ്കാളിത്തം ഉണ്ടായത് മോദി സർക്കാരിന് തലവേദനയായിട്ടുണ്ട്. രാജ്യത്ത് പണിമുടക്ക് നടത്തിയത് സാധാരണക്കാരാണ്. ഒരു മനുഷ്യന് ഉപജീവനം നടത്താൻ പറ്റുന്ന സാഹചര്യം ഇല്ലാതാക്കുക എന്നതാണ് ഈ പണിമുടക്കിന്റെ ലക്ഷ്യവും. ക്യാമറമാൻ അതുലിനോടൊപ്പം ഹരീഷ് ചനങ്ങാട്ട്. ഇപ്പോൾ CIT നേതാവ് ശ്രീ K ചന്ദ്രൻപിള്ള ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര ഏജൻസികൾ സമാപന സമ്മേളനം കടന്ന് 20 കോടി എന്ന കണക്കുറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു സംശയം വരും, ഈ 3 കൊല്ലം കൊണ്ട് എങ്ങനെയാണ് ഈ 2 കോടി കൂടിയത്? ചിന്തിക്കാവുന്നതാണ്. അതിന് കാരണമുണ്ട്. ഈ കഴിഞ്ഞ 3 കൊല്ലങ്ങൾക്കിടയിൽ നാം തർക്കത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഇന്ത്യ ഗവൺമെൻറ് നയങ്ങൾക്കെതിരായ പോരാട്ടത്തിൽ ഒരു പുതിയ വിഭാഗം തൊഴിലാളികൾ, സംഘടനകളില്ലാത്തവർ രാജ്യത്ത് രംഗത്ത് വന്നിരുന്നു. അത് ട്രാൻസ്പോർട്ട് തൊഴിലാളികളാണ്. റോഡ് ട്രാൻസ്പോർട്ട്, KSRTC മാത്രം മനസ്സിൽ വെച്ചാൽ പോരാ. ട്രാൻസ്പോർട്ട് എന്ന് കേൾക്കുമ്പോൾ എൻറ്റയർ ട്രാൻസ്പോർട്ട് സെക്ടർ നമ്മുടെ രാജ്യത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നലത്തെയും ഇന്നത്തെയും പണിമുടക്കത്തിൽ ജമ്മു ആൻഡ് കാശ്മീരും വടക്ക് കിഴക്കൻ ഇന്ത്യയും അഭൂതപൂർവമായ പങ്കാളിത്തം കൊണ്ട് വലിയ സംഭാവനയാണ് ഈ പണിമുടക്കിൽ നൽകിയിട്ടുള്ളത്. അവരുടേതാണ് അധികം വരുന്ന കോടിക്കണക്കിന് തൊഴിലാളികളുടെ എണ്ണം. ഈ പണിമുടക്കിൻ്റെ ശോഭ കുറച്ചാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹത്തോടു കൂടി 2 കാര്യങ്ങൾ ഇപ്പം മുമ്പോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം അഡ്രസ്സ് ചെയ്തിട്ട് വേണം മറ്റു കാര്യങ്ങളിലേക്ക് പോകാൻ. ഒന്ന്, ഈ പണിമുടക്കിൻ്റെ ഒരു വലിയ വിജയത്തിൻ്റെ വേവലാതി കൊണ്ട് അക്രമം എന്നൊരു വാക്ക് വെച്ചിട്ട് ഈ പണിമുടക്കത്തെ നേരിടാൻ ശ്രമിക്കുന്നുണ്ട്. അത് അവർ വിജയിക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞത് അക്രമം ഞങ്ങളുടെ ഭാഷയോ പരിപാടിയോ അല്ല എന്ന് ആമുഖമായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അക്രമം ഇന്ന് രാജ്യത്ത് ഭരണകൂടത്തിൻ്റെ ഒരു സ്പോൺസേർഡ് പരിപാടിയായി നടക്കുന്ന സമയത്ത് തൊഴിലാളി പ്രസ്ഥാനം സമാധാനത്തിൻ്റെ ഭാഷയിൽ മാത്രമേ സംസാരിക്കൂ. ഈ രാജ്യം അഹിംസയുടേതാണ്. തന്നെയല്ല, അക്രമം നടത്തിയല്ല തൊഴിലാളി പ്രസ്ഥാനം ബന്ധുക്കളെ ഉണ്ടാക്കുന്നത്. ഒരു പണിമുടക്കിൻ്റെ വിജയത്തിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ മുതൽക്കൂട്ടായി കാണുന്നത് ജനങ്ങളുടെ പിന്തുണയാണ്. അങ്ങനെ വരുമ്പോൾ ജനങ്ങളെ വലയ്ക്കുന്നു എന്ന് പറഞ്ഞ രണ്ടാമതൊരു കലാപരിപാടി വരുന്നുണ്ട്. അത് മാധ്യമങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന പരിപാടിയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. തീർച്ചയായും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. കേരളത്തിൽ ഷീജ, സമാധാനപരമായിട്ടാണ് ഇന്നലെയും ഇതുവരെയും സമഗ്രമായി സമരം പുരോഗമിച്ചത്, പണിമുടക്ക് പുരോഗമിച്ചത്. സമാപന സമ്മേളനത്തിൻ്റെ വിവരങ്ങളടക്കം നടക്കുന്ന ഈ ഒരു പണിമുടക്ക് അത് കേരളത്തിൽ പൂർണ്ണമാണ്. അത് വലിയ രീതിയിൽ ഈ ഒരു തൊഴിലാളികളുടെ പങ്കാളിത്തം കൊണ്ട് വലിയ വിജയമായിരിക്കുന്നു എന്ന് തന്നെ പറയാനായിരുന്നു. കാരണം സർവ്വ മേഖലകളിൽ നിന്നുള്ള തൊഴിലാളികളും ഈ ഒരു പണിമുടക്കിൽ, ദ്വിദിന പണിമുടക്കിൽ അണിചേർന്നിട്ടുണ്ട്. കാരണം അവരുടേതായ ജീവൽ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പണിമുടക്കാണ് ഇത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഇതിന് വലിയൊരു ജനപങ്കാളിത്തവും ലഭിക്കുന്നു എന്നുള്ളതും അത് ഇതിന്റെ ഒരു മാറ്റം കൂട്ടുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസത്തിന് സമാനമായി തന്നെ കേരള
കേരളത്തിൽ പൂർണ്ണമായി തന്നെ ഈ ഒരു സമരത്തിന് വലിയ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. ഈ പ്രത്യേകിച്ചും പണിമുടക്കിൽ ഇന്ന് കാണാൻ സാധിക്കുന്നത് മുഴുവനാകുന്നു. അതിന് പ്രധാനമായി സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് ഈ സംസ്ഥാനത്തുടനീളമായി ഇറങ്ങുന്നത്. പിന്നെ മറ്റ് KSRTC സർവീസുകൾ അത് ഇന്ന് കഴിഞ്ഞ ദിവസത്തിന് പോലെ തന്നെ ഇന്ന് സർവീസ് നടത്തുന്നില്ല. പക്ഷേ ശബരിമല സർവീസ് ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകി വന്നത്. മോദി സർക്കാരിനെതിരായ ശക്തമായ താക്കീതാണ് തൊഴിലാളി സമരമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. തൊഴിലില്ലാത്ത യുവാക്കളെ ജാതീയമായി വിഭജിക്കാനാണ് കേന്ദ്ര സർക്കാർ മുന്നോക്ക സംവരണ ബിൽ ധൃതി പിടിച്ചു കൊണ്ടുവന്നത്. മുന്നോക്ക വിഭാഗങ്ങളിലെ പാവപ്പെട്ടവർക്ക് ഇതുകൊണ്ട് പ്രയോജനം ലഭിക്കില്ല എന്നും കോടിയേരി പറഞ്ഞു. ഈ പണിമുടക്കം നടക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഇത്തരമൊരു ബില്ല് കൊണ്ടുവന്നത് അതൊരു സമരത്തിലുന്നയിച്ചിരിക്കുന്ന ആവശ്യം ചർച്ചാ വിഷയമാകുന്നതിനുള്ള ഉദ്ദേശത്തോടു കൂടിയും ലോകസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ തട്ടിപ്പ് മാത്രമാണ്. ആത്മാർത്ഥതയോടുകൂടി കൊണ്ടുവന്ന ഒരു നിയമമല്ല. പക്ഷേ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചട്ടങ്ങൾ പുറത്തു വരുമ്പോൾ വ്യക്തമാക്കാൻ പോവുകയാണ്. അതിൽ തന്നെ ഏറ്റവും പാവപ്പെട്ടവർക്ക് പരിഗണന കൊടുക്കുന്ന വിധത്തിലല്ല ഇപ്പോൾ ഇതിൻ്റെ നിയമനിർമ്മാണം തന്നെ നടത്താൻ പോകുന്നത്. ഇത്തരത്തിലുള്ള ഓരോ സന്ദർഭങ്ങളിലും തൊഴിലാളി വർഗം ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കുമ്പോൾ ആ സമരത്തിൽ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങളെ വിസ്മരിക്കാൻ മതപരമായ കലാപങ്ങൾ ഉണ്ടാക്കും, ജാതീയമായ ധ്രുവീകരണം ഉണ്ടാക്കും. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മലയൻകീഴിൽ വീണ്ടും RSS അക്രമം. CPIM ഏരിയ കമ്മിറ്റി അംഗം ജയചന്ദ്രന്റെ വീടിന് നേരെ RSS കല്ലേറ്. ഇന്നലെ രാത്രിയാണ് കല്ലേറുണ്ടായത്. 12:50 മണിയോടെ ആണെന്നാണ് തോന്നുന്നത്. ഞാൻ ഈ സൗണ്ട് കേട്ടാണ് കഴിച്ചപ്പോൾ കഴിച്ചു നോക്കിയപ്പോൾ ഒരു ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നു. സൗണ്ടാണ് കേട്ടത്. കഴിച്ച് ലൈറ്റൊക്കെ കേട്ടപ്പോൾ അക്രമികൾ ഓടിപ്പോകുന്നു. ബൈക്കിൽ കയറി മൂങ്ങോട് ഭാഗത്തേക്കാണ് പോയത്. എനിക്ക് തോന്നുന്നു ഇവിടെ RSSഉം ഈ ഹർത്താലുമായി ബന്ധപ്പെട്ട ഒരു സംഘർഷാവസ്ഥ നിന്നിരുന്നു. അപ്പോൾ അതിൽ CPMന്റെ ഏരിയ കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ അതുമായി ബന്ധപ്പെട്ട യോഗങ്ങളിലും RSS അക്രമത്തെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ വർത്തമാനം പറയുകയൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വൈരാഗ്യമായിരിക്കാം ഇതിൻ്റെ പിന്നിലെന്നാണ് എൻ്റെ സംശയം. എന്തായാലും ഇരുട്ടിൻ്റെ മറവിലാണ്. അക്രമികളെ നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. പണിമുടക്കിനിടെ തിരുവനന്തപുരത്ത് SBIക്ക് നേരെ ഉണ്ടായ ആക്രമണം അപലപനീയമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. സംഭവം സമരസമിതി പരിശോധിക്കുമെന്നും സർക്കാരിനും പോലീസിനും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാമെന്നും കോടിയേരി പറഞ്ഞു. ഒരു കാരണവശാലും ഒന്നിലും ആരെയും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് സംയുക്ത സമരസമിതി പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിന് വിരുദ്ധമായി ചെയ്തവർ ആരാണെന്ന് കണ്ടെത്തും. അവർക്കെതിരായിട്ട് നിയമാനുസൃതമായ നടപടി സർക്കാരിന് സ്വീകരിക്കുകയും ചെയ്യും. ഒറ്റപ്പെടലിൽ ഇത്തരം സംഭവങ്ങൾ അത് സമരത്തിന്റെ ഭാഗമല്ല. അത്തരം സംഭവങ്ങളെ അപലപിക്കും. തിരുവനന്തപുരത്ത് SBI ബാങ്കിന് നേരെ ഉണ്ടായ അക്രമത്തെ അപലപിക്കുന്നതായി CITU സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ. അക്രമം നടത്തിയവർക്ക് സമരവുമായി യാതൊരു ബന്ധവുമില്ല, സമരസമിതിയുമായി യാതൊരു ബന്ധവുമില്ല. ഇവർ സമരാനുകൂലികളല്ലെന്നും സമരത്തെ തകർക്കാൻ കടന്നുകൂടിയവരാണെന്നും ആനത്തലവട്ടം പ്രതികരിച്ചു. ഇപ്പൊ തിരുവനന്തപുരത്ത് SBIയുടെ ട്രഷറി ബ്രാഞ്ചിൽ 10-12 ആളുകൾ കയറി അവിടുത്തെ മാനേജറുടെ ക്യാബിനകത്ത് ശല്യമുണ്ടാക്കി അത് നഷ്ടം വരുത്തിയെന്ന ഒരു വാർത്ത വന്നിട്ടുണ്ട്. അതിനെ ഞങ്ങൾ ശക്തിയായി അപലപിക്കുന്നു. അതിൽ ഈ സംയുക്ത സമരസമിതിക്കും CITUവിനും ഒരു ബന്ധവുമില്ല. കുറ്റവാളികൾക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കാൻ ഗവൺമെന്റ് നിർബന്ധമാവും. ഗവൺമെന്റ് അങ്ങനെ നടപടി സ്വീകരിക്കാൻ മാർഗമുള്ളൂ. അവർക്ക് ഈ സംയുക്ത സമരസമിതിയുമായിട്ടോ പണിമുടക്കുമായിട്ടോ ബന്ധമുള്ളവരല്ല. സമരത്തിന്റെ വിജയം ചർച്ച ചെയ്യേണ്ടുന്ന ഒരു സന്ദർഭത്തിൽ സമരത്തിന്റെ വിരോധികൾക്ക് സന്തോഷിക്കാൻ ആഹ്ലാദിക്കാൻ വകവെടുക്കുന്ന വിധത്തിൽ ഇത്തരം സംഭവങ്ങൾ ചെയ്യുന്നത് സമരാനുകൂലികളല്ല, സമരവിരോധികളാണ്. വാർത്തകളിലേക്ക്. RSSന്റെ നെടുമങ്ങാട് ജില്ലാ കാര്യാലയത്തിൽ നടന്ന പോലീസ് റെയ്ഡിൽ മാരകായുധങ്ങൾ കണ്ടെത്തി. നെടുമങ്ങാട് സർക്കിൾ ഇൻസ്പെക്ടർ സജിമോന്റെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ്. വിവരങ്ങളും വിശദാംശങ്ങളുമായി ജീവൻ കുമാർ ചേരുന്നു. ജീവൻ, പോലീസ് സ്റ്റേഷന് നേരെ ബോംബെറിഞ്ഞതടക്കമുള്ള RSS നേതാക്കൾ പ്രവർത്തിക്കുന്ന പ്രദേശം ഇവിടെയാണ്. അവിടുത്തെ കേന്ദ്രത്തിലാണ് ഇപ്പോൾ റെയ്ഡ് തുടരുന്നത്. എന്തൊക്കെ മാരകായുധങ്ങളാണ് പിടിച്ചെടുത്തത്? വിവരങ്ങൾ, വിശദാംശങ്ങൾ. അജിംഷാദ്, ഇപ്പോഴും റെയ്ഡ് തുടരുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടി ഏതാണ്ട് 12 മണിയോടുകൂടി ആരംഭിച്ച റെയ്ഡ് ഇപ്പോഴും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ BJPയുടെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് S സുരേഷ് ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. പ്രധാനമായും ഇപ്പോൾ ഈ
കാര്യാലയ പോലീസ് സ്റ്റേഷന് നേരെ ബോംബെറിഞ്ഞ കേസിലെ പ്രതിയായ പ്രവീൺ, അയാൾ പ്രവീൺ താമസിച്ചിരുന്ന മുറിക്കുള്ളിൽ നിന്നും ഹൈഡ്രജൻ പെറോക്സൈഡ് പിടികൂടിയിട്ടുണ്ട്. അത് ഹൈഡ്രജൻ പെറോക്സൈഡ് സാധാരണ ഇതിൽ ബോംബ് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ബാക്ടീരിയ കയ്യിലുള്ള ബാക്ടീരിയ ബോംബിലേക്ക് പടർന്ന് ബോംബ് ഡിഫ്യൂസ് ആവാതിരിക്കുക അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാതിരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ്. ആ ഹൈഡ്രജൻ പെറോക്സൈഡ് പിടികൂടിയിരിക്കുന്നത് ഈ ഒളിവിൽ പോയിരിക്കുന്ന പ്രവീണിന്റെ മുറിയിൽ നിന്നാണ്. അവിടെ നിന്നും ചില അന്യഭാഷ തരത്തിലുള്ള ചില തീവ്ര ഹൈന്ദവ പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള ചില പുസ്തകങ്ങൾ കൂടി പിടികൂടിയിട്ടുണ്ട്. ചുരികയും അതോടൊപ്പം വാളും അത് ഈ കാര്യാലയത്തിൽ നിന്നും പിടികൂടിയതായിട്ടാണ് പോലീസ് ഇപ്പോൾ ദൃശ്യങ്ങൾ സഹിതം നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോഴും റെയ്ഡ് തുടരുകയാണ്. ദിൻഷാദ്, ശരി. ജീവനാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് പേരാമ്പ്രയിൽ വീണ്ടും വീടിന് നേരെ ബോംബേറ്. CPIM അനുഭാവിയായ എരവട്ടൂർ സ്വദേശി ശ്രീധരന്റെ വീട്ടിന് നേരെയാണ് ബോംബെറിഞ്ഞത്. രാത്രി 1:30 നടന്ന ബോംബേറിൽ പുലർച്ചെ 1:30 നടന്ന ബോംബേറിൽ ജനൽ ചില്ലകളും വാതിലും തകർന്നു. ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ CPIM പ്രവർത്തകർക്ക് നേരെ ഇതേ സ്ഥലത്ത് ബോംബെറിഞ്ഞിരുന്നു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ പൊതുമരാമത്ത് മുൻ സെക്രട്ടറി TO സൂരജിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടി. 8,80,00,000 രൂപയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരാണ് നടപടി. അനധികൃത സ്വത്ത് കേസിൽ വിജിലൻസ് നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. TO സൂരജിന്റെ പേരിലുള്ള വീട്, ഫ്ളാറ്റ്, ഗോഡൌൺ, 4 വാഹനങ്ങൾ, 23 ലക്ഷം രൂപ എന്നിവ ഉൾപ്പെടെ 8,80,00,000 രൂപയുടെ സ്വത്തുക്കളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയത്. പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയായിരിക്കെ സൂരജ് അനധികൃതമായ സ്വത്ത് സമ്പാദിച്ചുവെന്ന് നേരത്തെ അന്വേഷണം നടത്തിയ വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമാന്തരമായി നടത്തിയ അന്വേഷണത്തിലും അനധികൃതമായ സ്വത്ത് സമ്പാദിച്ചതായി കണ്ടെത്തി. ഇതേ തുടർന്നാണ് പ്രാഥമിക നടപടിയെന്ന നിലയിൽ TO സൂരജിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയത്. ഇതേക്കുറിച്ച് TO സൂരജിന് വിശദീകരണം നൽകാൻ അവസരമുണ്ട്. വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായി 2004 മുതൽ 2014 വരെയുള്ള TO സൂരജിന്റെ സമ്പാദ്യം പരിശോധിച്ചിരുന്നു. 11 കോടി രൂപയുടെ അനധികൃത സമ്പാദ്യമുണ്ടെന്ന് കണ്ടെത്തിയ വിജിലൻസ് 10 വർഷത്തിനിടെ സൂരജിന്റെ സ്വത്തിൽ 114% വർധനവുണ്ടായതായും കണ്ടെത്തി. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വിജിലൻസ് കുറ്റപത്രം സമർപ്പിച്ചത്. തുടർ നടപടികളുടെ ഭാഗമായാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് TO സൂരജിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തിരക്കില്ലാത്ത നേരത്ത് തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ വാഹനങ്ങൾക്ക് പമ്പ വരെ സർവീസ് നടത്താൻ അനുമതി. തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് തിരക്കില്ലാത്ത സമയത്ത് പമ്പ സർവീസിന് അനുമതി നൽകിയതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. നേരത്തെ പമ്പ സർവീസ് KSRTCക്ക് മാത്രമായി നിജപ്പെടുത്തിയിരുന്നു. തുടർന്ന് പമ്പ സർവീസിന് അനുമതി തേടി തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ വാഹനങ്ങൾക്കും തിരക്കില്ലാത്ത സമയത്ത് പമ്പ വരെ സർവീസ് നടത്താൻ അനുമതി നൽകിയതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച കാർ മറിഞ്ഞ് ഭക്തൻ മരിച്ചു. ആന്ധ്രാപ്രദേശ് സ്വദേശി V കൃഷ്ണനാണ് മരണപ്പെട്ടത്. പരിക്കേറ്റ 3 പേരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇടുക്കി ഏലപ്പാറയ്ക്ക് സമീപം പള്ളിക്കുന്നിൽ നിന്ന് ഇന്ന് പുലർച്ചെയാണ് ആന്ധ്രയിൽ നിന്നുള്ള സംഘം അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിയതാണ് അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനം. ശബരിമല തീർത്ഥാടനത്തിന്റെ ഭാഗമായി എരുമേലി വാവർപള്ളി സന്ദർശനത്തിന് സ്ത്രീകൾക്ക് വിലക്കില്ല. വാവർപള്ളിയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജ വാർത്തകളാണ്. യുവതീ പ്രവേശന വിധിക്ക് മുമ്പോ ശേഷമോ വാവർപള്ളിയിൽ ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് മഹല്ല് കമ്മിറ്റിയും അറിയിച്ചു. സ്ത്രീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതി വിധി വരുന്നതിനും വളരെ കാലം മുമ്പേ തന്നെ വാവരുപള്ളിയിൽ സ്ത്രീകൾ എത്താറുണ്ടായിരുന്നു. പള്ളിക്കുള്ളിൽ കയറി വലം വെച്ച ശേഷമാണ് തീർത്ഥാടകർ പമ്പയ്ക്ക് പോയിരുന്നത്. മസ്ജിദിൽ സന്ദർശനത്തിന് സ്ത്രീകൾക്ക് വിലക്കില്ലെന്നും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ സന്ദർശനം നടത്താമെന്നും മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് PH ഷാജഹാൻ വ്യക്തമാക്കി. ലിംഗഭേദമന്യേ പ്രായഭേദമന്യേ എല്ലാ കാലത്തും എരുമേലി പള്ളിയിലും എരുമേലി അമ്പലത്തിലുമൊക്കെ സ്ത്രീകൾ പ്രവേശിക്കും. ആ പ്രവേശനത്തിന് എരുമേലി പള്ളിയിൽ നാളിതുവരെ ഒരു തടസ്സവും ഉണ്ടാക്കിയിട്ടുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് അത് അടിസ്ഥാനരഹിതമാണ്. വാവർ പള്ളിയിലെത്തുന്ന എല്ലാ വിശ്വാസികൾക്കും അവരുടെ വിശ്വാസത്തിനനുസരിച്ചുള്ള ആചാരാനുഷ്ഠാനങ്ങൾ തുടരാമെന്നിരിക്കെ
വാവരുപള്ളിയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നത് വ്യാജ വാർത്തകളാണ്. ശബരിമലയുടെ പ്രവേശന കവാടമായ എരുമേലിയിലെ ഈ പള്ളി മതമൈത്രിയുടെ ഈറ്റില്ലം കൂടിയാണ്. ഈ പള്ളിയെക്കുറിച്ച് ചില വ്യാജ പ്രചരണങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. നാട്ടിൽ നിലനിൽക്കുന്ന മതമൈത്രി തകർത്ത് സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമങ്ങളാണ് ഈ വ്യാജ പ്രചരണങ്ങൾക്ക് പിന്നിൽ. ക്യാമറാമാൻ സാംജിത് ആർപ്പുക്കരയോടൊപ്പം എരുമേലിയിൽ നിന്നും TP പ്രശാന്ത്. മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും 10% സംവരണം ഏർപ്പെടുത്താനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലിന്മേൽ രാജ്യസഭയിൽ ചർച്ച തുടരുകയാണ്. ബിൽ ചർച്ച ചെയ്യും മുമ്പ് ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടാനുള്ള പ്രമേയം വോട്ടിനിടണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തിന്റെ ആവശ്യം കേന്ദ്രം പരിഗണിച്ചില്ല. വിവരങ്ങളുമായി ഇപ്പോൾ ശരത് കെ ശശി ചേരുകയാണ്. ശരത്, നിരവധി തവണ പ്രതിപക്ഷ പ്രതിഷേധത്തിന് രാജ്യസഭ തടസ്സപ്പെടുന്ന ഘട്ടം വരെ ഇന്നുണ്ടായി. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അജിംഷാദ്, ജാതീയമായി മുന്നോക്കം നിൽക്കുകയും സാമ്പത്തികമായി പിന്നാക്കവുമുള്ള ആളുകൾക്ക് 10% സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തുവാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന 124 ഭരണഘടനാ ഭേദഗതി ബിൽ രാജ്യസഭ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമായും പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടത് ബില്ല് അപൂർണമാണ്. കേന്ദ്ര സർക്കാർ തിടുക്കത്തിലാണ് ഇത്തരത്തിലൊരു ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത്. അതിനാൽ തന്നെ ബില്ല് രാജ്യസഭയുടെ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്നായിരുന്നു പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം. ഈ ആവശ്യം അംഗീകരിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. DMK അംഗമായ കനിമൊഴി ഇത്തരം ഒരു പ്രമേയം കൂടി സഭയിൽ അവതരിപ്പിച്ചിരുന്നു. എന്നാൽ പ്രമേയത്തിന്മേൽ വോട്ടെടുപ്പ് നടത്താനുള്ള അനുമതി ഉപാധ്യക്ഷനായ ഹരിവൻഷ് നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷ പാർട്ടികൾ രാവിലെ പ്രതിഷേധം നടത്തിയിരുന്നു. ഈ രീതിയിൽ സഭാ നടപടികൾ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ചില സമയങ്ങളിൽ തടസ്സപ്പെടുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായത്. എന്നാൽ 2 മണിക്ക് ചർച്ച പുനരാരംഭിച്ചത് മുതൽ കാര്യമായ പ്രതിഷേധങ്ങളൊന്നുമില്ലാതെ തന്നെ ചർച്ച പുരോഗമിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ രാജ്യസഭയിലുള്ളത്. നേരത്തെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അണ്ണാ DMK ലോക്സഭയിലെ നിലപാട് ഒരിക്കൽ കൂടി ആവർത്തിച്ചു. അവർ അതിന്റെ ചർച്ചയിൽ പങ്കെടുത്ത് വാക്കൌട്ട് നടത്തുകയായിരുന്നു ചെയ്തത്. ബില്ലിനെതിരെ അണ്ണാ DMKയും സമാജ്വാദി പാർട്ടിയും നിലപാടെടുത്തിട്ടുണ്ട്. മറ്റ് പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ബില്ലിന്റെ തത്വങ്ങളെ അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും സഭാ നടപടികളുമായി സഹകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഏതായാലും ബഹുഭൂരിഭാഗം പ്രതിപക്ഷ പാർട്ടികളും ബില്ല് വോട്ടെടുപ്പിലേക്ക് അടുക്കുന്ന സമയം വരെ ഈ രാജ്യസഭാ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്നുള്ള ഒരു ആവശ്യം ഉയർത്തിപ്പിടിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഏതാണ്ട് 5 മണിക്കൂറോളം ചർച്ച ലോക്സഭയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അതേ രീതിയിൽ തന്നെ ചർച്ച നീണ്ടുപോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. വോട്ടെടുപ്പ് ഉണ്ടാവുമെങ്കിൽ ഏത് രീതിയിലായിരിക്കും പ്രതിപക്ഷ പാർട്ടികൾ ഈ ഒരു നീക്കത്തെ പ്രതിരോധിക്കുക എന്നുള്ള, അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് ആ വോട്ടെടുപ്പ് നിമിഷങ്ങളിൽ മാത്രമേ വ്യക്തത വരികയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് നടത്തിയത് എന്നുള്ള ഒരു പൊതു വിലയിരുത്തൽ തന്നെയാണ് രാജ്യസഭയും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അജിംഷാദ്. ശരി, ശരത്താണ് രാജ്യസഭയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ ബലാത്സംഗ കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി അഡ്വക്കേറ്റ് ജിതേഷ് ജെ ബാബുവിനെ നിയമിച്ചു. സൂര്യനെല്ലി കേസിലെ അഡീഷണൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിരുന്നു ജിതേഷ് ജെ ബാബു. കുറ്റപത്രം സമർപ്പിക്കുന്ന അടക്കമുള്ള നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ പ്രോസിക്യൂട്ടർ നിയമനം സഹായകരമായിരുന്നുവെന്നും അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഗുജറാത്തിലെ വ്യാജ ഏറ്റുമുട്ടൽ കേസുകളിൽ BJPക്ക് തിരിച്ചടി. വ്യാജ ഏറ്റുമുട്ടലുകളെക്കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് HS ബേദിയുടെ റിപ്പോർട്ട് ഹർജിക്കാർക്ക് നൽകണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. റിപ്പോർട്ട് ഹർജിക്കാർക്ക് നൽകരുതെന്ന ഗുജറാത്ത് സർക്കാരിന്റെ ആവശ്യം ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് തള്ളുകയായിരുന്നു. കേസ് 4 ആഴ്ചയ്ക്ക് ശേഷം കോടതി വീണ്ടും പരിഗണിക്കും. വ്യാജ ഏറ്റുമുട്ടലിലെ 22 കൊലപാതകങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജികൾ പരിഗണിക്കവെയാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന 2002-2006 കാലഘട്ടത്തിലെ വ്യാജ ഏറ്റുമുട്ടലിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കവി ജാവേദ് അക്തർ, മാധ്യമപ്രവർത്തകൻ BG വർഗീസ് എന്നിവരാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ അന്വേഷിക്കാൻ റിട്ടയർഡ് ജസ്റ്റിസ് HS ബേദിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയെ 2012 നിയോഗിച്ചിരുന്നു. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ സമിതി മുദ്രവെച്ച കവറിൽ റിപ്പോർട്ട് സുപ്രീം കോടതിയെ കൈമാറി. സമിതിയുടെ റിപ്പോർട്ട് തങ്ങൾക്ക് കൈമാറണമെന്ന് ഹർജിക്കാർ ആവശ്യപ്പെട്ടുവെങ്കിലും ഗുജറാത്ത് സർക്കാർ അതിനെ ശക്തമായി എതിർത്തു. സമിതിയിലെ എല്ലാ അംഗങ്ങളുടെയും അഭിപ്രായം തേടാതെയാണ് ജസ്റ്റിസ് ബേദി അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നായിരുന്നു ഗുജറാത്ത് സർക്കാരിന്റെ വാദം. എന്നാൽ ഈ ആക്ഷേപം തെറ്റാണെന്ന് ജസ്റ്റിസ് ബേദി സുപ്രീം കോടതിയെ അറിയിച്ചു. റിപ്പോർട്ടിൽ ഗുജറാത്ത് സർക്കാരിനെയും പല പ്രമുഖരെയും പോലീസിനെയും പ്രതിക്കൂട്ടി നിർത്തുന്ന പരാമർശങ്ങളുണ്ടെന്നാണ് വിവരം.
ഗുജറാത്ത് സർക്കാരിനും റിപ്പോർട്ട് പകർപ്പ് ലഭിക്കും. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസുമാരായ എൽ നാഗേശ്വർ റാവു, സഞ്ജയ് കിഷൻ കൌൾ എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ഗുജറാത്ത് കലാപ കേസിൽ നരേന്ദ്രമോദിക്ക് ക്ലീൻ ചിറ്റ് നൽകിയതിനെതിരെ സാക്യ ജെഫ്രി നൽകിയ മറ്റൊരു ഹർജി ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. CBI ഡയറക്ടറായി അലോക് വർമ്മയെ വീണ്ടും ചുമതലയേറ്റു. ഡയറക്ടർ ചുമതലയിൽ നിന്നും നിർബന്ധപൂർവ്വം മാറ്റിയ കേന്ദ്ര സർക്കാർ ഉത്തരവ് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം റദ്ദാക്കിയിരുന്നു. അലോക് വർമ്മ ചുമതലയേറ്റത് കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. അതേസമയം അലോക് വർമ്മയ്ക്കെതിരായ ആരോപണങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഉന്നതതല സമിതി യോഗത്തിൽ നിന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് മാറി നിൽക്കും. പകരം ജസ്റ്റിസ് AK സിക്രിയാകും പങ്കെടുക്കുക. ജൂലൈ മാസം മുതൽ CBI തലപ്പത്ത് പ്രശ്നമുണ്ടായിട്ടും ഒക്ടോബർ 23-ന് അർദ്ധരാത്രി നാടകീയ നീക്കങ്ങളിലൂടെ പുറത്താക്കപ്പെട്ട അലോക് വർമ്മ വീണ്ടും ദില്ലിയിലെ CBI ആസ്ഥാനത്ത് തിരിച്ചെത്തി. പൂർണ്ണ അധികാരമുള്ളപ്പോൾ പുറത്താക്കപ്പെട്ട അലോക് വർമ്മ ഭാഗികമായ അധികാരങ്ങളോടെയാണ് തിരിച്ചു വന്നിരിക്കുന്നത്. രാവിലെ 10:45 ആസ്ഥാനത്തെത്തിയ അലോക് വർമ്മ ഔദ്യോഗിക ചുമതലകൾ ഏറ്റെടുത്തു. ഡയറക്ടറുടെ താൽക്കാലിക ചുമതലയുണ്ടായിരുന്ന N നാഗേശ്വർ റാവു അലോക് വർമ്മയെ സ്വീകരിച്ചു. നയപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ അധികാരമില്ലെങ്കിലും പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിനും പ്രാഥമിക അന്വേഷണങ്ങൾക്ക് ഉത്തരവിടുന്നതിനും അലോക് വർമ്മയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടാകില്ലെന്നാണ് വിലയിരുത്തൽ. അതിനാൽ റഫേൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അന്വേഷണം നടത്താൻ അലോക് വർമ്മ തയ്യാറാകുമോ എന്നതാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. റഫേൽ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ അന്വേഷണം നടത്താൻ തുടങ്ങുന്ന ഘട്ടത്തിലാണ് അലോക് വർമ്മയെ നിർബന്ധപൂർവ്വം അവധിയിൽ പ്രവേശിപ്പിച്ചിരുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു. അതേസമയം ഒരാഴ്ചയ്ക്കുള്ളിൽ ഉന്നതതല സമിതി യോഗം ചേരണമെന്ന സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലുള്ള യോഗത്തിൽ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പങ്കെടുക്കില്ല. അലോക് വർമ്മയുടെ ഭാവി തീരുമാനിക്കാനുള്ള ഉന്നതതല സമിതി യോഗത്തിൽ ചീഫ് ജസ്റ്റിസിന് പകരം ജസ്റ്റിസ് AK സിക്രി പങ്കെടുക്കും. വർമ്മയെ തിരിച്ചെടുക്കണമെന്ന വിധി പ്രസ്താവം തയ്യാറാക്കിയത് ചീഫ് ജസ്റ്റിസാണ്. ഇക്കാരണത്താലാണ് പിന്മാറ്റം. പ്രധാനമന്ത്രി അധ്യക്ഷനായ ഉന്നതതല സമിതിയിൽ ലോക്സഭയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവായ മല്ലികാർജുൻ ഖാർഗെയാണ് മറ്റൊരംഗം. ന്യൂസ് ബ്യൂറോ, ദില്ലി. മകരവിളക്ക് മഹോത്സവത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പുല്ലുമേട് വഴിയെ എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ വർധനവ്. വർഷങ്ങളായി ശബരിമലയിൽ എത്തുന്നവർ പോലും പ്രളയം കാരണം മറ്റു വഴികൾ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ മറികടക്കാൻ ഈ കാനനപാതയെ ആശ്രയിക്കുന്നുണ്ട്. കല്ലും മുള്ളും നിറഞ്ഞ കാനനപാതയിൽ കാട്ടുമൃഗങ്ങളുടെ സാന്നിധ്യം, ഏത് നിമിഷവും അപകടം പതിയിരിക്കുന്ന വഴികൾ. പുല്ലുമേട്ടിൽ നിന്നും സന്നിധാനത്തേക്കുള്ള യാത്ര കഠിനമാണെങ്കിലും 18 മലകളുടെ നാഥനായ അയ്യപ്പനെ കാണാൻ പ്രകൃതിയെ അറിഞ്ഞു തന്നെ എത്തണമെന്ന് നിർബന്ധമുള്ളവരാണ് ഈ കാനനപാതയിലൂടെ എത്തിച്ചേരുന്നത്. ഭക്തരെല്ലാം തന്നെ വർഷങ്ങളായി എത്തിച്ചേരുന്നവരാണെങ്കിലും പ്രളയം കാരണം മറ്റു വഴികളിൽ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായി കാനനപാത തെരഞ്ഞെടുത്തവരുമുണ്ട്. 30 வருஷமா சபரிமலைக்கு போயின்னு இருக்கேன். பெரிய பாதையில் தான் 29 வருஷம் வந்தேன். இந்த வருஷம் பெரிய பாதை மழையில் ரொம்ப இதுவாக இருக்குன்னு சொல்லிட்டு பயந்துக்கின்னு குழந்தைங்களாம் வரதுனால நாங்கள் இப்போ இந்த பாதையில் வந்தோம். 12 கிலோமீட்டர் தான் இந்த பாதை. இருந்தாலும் சாமி பார்க்கறதுக்கு இந்த பாதை கொஞ்சம் நல்லா இருக்கும். കുഞ്ഞു മണികണ്ഠന്മാരും മാളികപ്പുറങ്ങളും മുതൽ ഗുരുസ്വാമിമാർ വരെ ഓരോ സംഘത്തിലും ഉണ്ടാകും. പുല്ലുമേട്ടിലൂടെ ദർശനത്തിനായി എത്തിച്ചേരുന്ന തീർത്ഥാടകർക്ക് ആവശ്യം വേണ്ട സൗകര്യങ്ങളും ഈ കാനനപാതയിൽ വനംവകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. മണ്ഡല മകരവിളക്ക് കാലം ആരംഭിച്ചതോടെ പുല്ലുമേട് വഴി നിരവധി അയ്യപ്പന്മാരാണ് ശബരീശ സന്നിധിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 1.5 ലക്ഷത്തോളം തീർത്ഥാടകരാണ് ഈ പാതയിലൂടെ സന്നിധാനത്ത് എത്തിച്ചേർന്നത്. മകരവിളക്കിന് ഒരാഴ്ച മാത്രം ശേഷിക്കെ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ അയ്യപ്പ ഭക്തന്മാർ കാനനപാതയിലൂടെ ഇക്കൊല്ലം സന്നിധാനത്ത് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, സന്നിധാനം.